നമസ്കാരം. സാധാരണ ഇലക്ഷനിൽ മത്സരിക്കാൻ സീറ്റ് കിട്ടാൻ നിയമസഭാ തെരഞ്ഞെടുപ്പായാലും ഒക്കെ തന്നെ സ്ഥാനാർത്ഥി മോഹികൾ, അതായത് സ്ഥാനാർത്ഥികളാകാൻ മോഹിക്കുന്നവരുടെ ഒരു വലിയ കൂട്ടം നമ്മളെല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും കാണാറുണ്ട്. സ്ഥാനാർത്ഥിത്വം കിട്ടാത്ത ചിലർ അപ്പുറത്ത് മാറി റിബലായി മത്സരിക്കുന്നതും മറ്റു പാർട്ടികളിലേക്ക് പോകുന്നതും ഒക്കെയും കണ്ടിട്ടുണ്ട്. CPM എന്ന പാർട്ടിയെ സംബന്ധിച്ച് ഈ ഇലക്ഷനിൽ സ്ഥാനാർത്ഥികളെ എല്ലായിടത്തും മത്സരിപ്പിക്കാൻ കിട്ടുമോ എന്നുള്ള ചില സംശയങ്ങളാണ് ഉയർന്നു വരുന്നത് എന്നാണ് പാർട്ടിക്കുള്ളിൽ തന്നെ ഉയരുന്ന സംസാരം. കാരണം ഇതിന്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്നു. അതായത് മുഖ്യമന്ത്രിക്ക് ഏറ്റവും താല്പര്യമുള്ള ആളുകളുടെ ഒരു ശ്രേണി അനുസരിച്ചാണ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് എന്ന് അറിയുന്നു. അതനുസരിച്ചായിരിക്കും CPMന്റെ സ്ഥാനാർത്ഥി നിർണയവും മറ്റു കാര്യങ്ങളും നടക്കുക എന്നും അറിയുന്നു. ഈ ഒരു അവസരത്തിൽ DNA ഇത് സംബന്ധിച്ച് വാർത്ത കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. ഇത് സംബന്ധിച്ച് പലരും സ്ഥാനാർത്ഥികളാകാൻ തയ്യാറാകുന്നില്ല. അതായത് സ്ഥാനാർത്ഥികളായി എങ്ങാനും ജയിക്കുകയാണെങ്കിൽ വെറും അടിമകളെ പോലെ അവിടെ MLA സ്ഥാനവും വഹിച്ച് ഇരിക്കേണ്ടി വരും. മന്ത്രിസ്ഥാനമൊക്കെ ചിലരുടെ വേണ്ടപ്പെട്ടവർക്ക് മാത്രം കിട്ടും. അതായത് സീനിയർ ആൾക്കാരാണ് കേട്ടോ, വളരെ സീനിയറായ ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. ഇനി സീനിയർ ആണെങ്കിലും ജൂനിയർ ആണെങ്കിലും ഒരാളുടെ ഇഷ്ടപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യാൻ, അടിമവേല ചെയ്യാൻ, MLA ജോലിക്ക് പകരം അടിമവേല ചെയ്യാൻ ബാധ്യസ്ഥരാകുന്ന ആളുകളുടെ ഒരു ശൃംഖല അല്ലെങ്കിൽ ഒരു കൂട്ടം സൃഷ്ടിച്ചെടുക്കാനുള്ള ശ്രമമാണ് ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് CPMന്റെ ഉള്ളറകളിൽ നടക്കുന്നത്. അതുകൊണ്ട് സ്ഥാനാർത്ഥികളാകാൻ തങ്ങൾ അല്ലാതെ പൊതുപ്രവർത്തനമോ പാർട്ടി പ്രവർത്തനമോ മറ്റെന്തെങ്കിലും ഒക്കെ പിരിവോ ഒക്കെ നടത്തി ജീവിച്ചോളാം എന്നാണ് പല സ്ഥാനാർത്ഥികളും പറയുന്നത്. മാത്രമല്ല പലർക്കെതിരെയും കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി ഉദ്ദേശം കടന്നു വരാൻ പോകുന്ന ആളുകൾക്കെതിരെയൊന്നും മത്സരിക്കാൻ താല്പര്യമില്ല. ജെയ്സി തോമസ് പുതുപ്പള്ളിയിൽ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞതായി കേട്ടു. അങ്ങനെ പല നേതാക്കളും പിൻവാങ്ങുകയാണ്. സ്ഥാനാർത്ഥികളാകാൻ പോലും ആളെ കിട്ടാത്ത അവസ്ഥ. കാരണം ഒരു സ്ഥാനാർത്ഥി നിർണയവും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും ഒക്കെ തന്നെ ഒരു ഏകാധിപത്യ പ്രവണതയിലൂടെ നടന്നു പോകുന്നു. ഒരു ജനാധിപത്യ രീതിയിലല്ല CPMൽ നടക്കുന്നത് എന്ന ഒരു പൊതു അഭിപ്രായമാണ് CPMൽ നിന്ന് തന്നെ ഉയരുന്നത്. മറ്റ് സ്ഥലങ്ങളിൽ നിന്നല്ല ആരോപണം. CPMനുള്ളിൽ നിന്ന് തന്നെ വിവിധ ജില്ലാ കമ്മിറ്റികളും ഒക്കെ തന്നെ ഇതാണ് ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല ജയിക്കാനുള്ള സാധ്യത വളരെയേറെ കുറവാണ് പല മണ്ഡലങ്ങളിലും. കഴിഞ്ഞ തവണ ജയിച്ചവർ തന്നെ ഇത്തവണ മത്സരിച്ചാൽ പോലും ജയിക്കാനുള്ള സാധ്യതയില്ല. പൊതുവെ വിലയിരുത്തപ്പെടുന്ന കാര്യങ്ങൾ അതൊക്കെയാണ്. വെറുതെ നിന്ന് നാണം കെടണ്ട, ഇനി ജയിച്ചാൽ തന്നെ അടിമവേല വിടുവേല ചെയ്യാൻ പോകേണ്ടി വരും എന്നുള്ള ദുരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളത് കൊണ്ട് CPMന്റെ പല പ്രമുഖരായ നേതാക്കളും പിൻവാങ്ങുന്നു, അല്ലെങ്കിൽ തങ്ങൾക്ക് മത്സരിക്കാൻ താല്പര്യമില്ല എന്നറിയിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഇത് ഒരു പാർട്ടിയെ സംബന്ധിച്ച്, ഒരു പൊതുപ്രവർത്തന രംഗത്ത് ഇത്രയും കാലമായി നിൽക്കുന്നു, തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളിലൂടെ വളർന്നു വന്ന ഒരു പാർട്ടി എന്ന ലേബലിൽ അറിയപ്പെടുന്ന CPMനെ സംബന്ധിച്ച് സ്ഥാനാർത്ഥികളെ, മാത്രമല്ല മതവും ജാതിയും ഒക്കെ നോക്കിയാണ് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നത്. ഒപ്പം മുഖ്യമന്ത്രിയുടെ ഇഷ്ടക്കാരായ ആളുകളെ മാത്രം തെരഞ്ഞെടുപ്പിച്ചും ഒക്കെയാണ് സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ ശ്രമിക്കുന്നത് എന്നുള്ളതും നമുക്കറിയാം. എന്തൊക്കെയായാലും ഈ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പ് സംവിധാനം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ CPM ഏതെങ്കിലും പൊതു സ്വതന്ത്രനെ നിർത്തി മത്സരിപ്പിച്ച് പിന്തുണച്ച് ജയിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടും എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട്. അത്തരം ഒരു രാഷ്ട്രീയമായ വലിയ ഒരു പരാജയം അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഒരു അസ്ഥിരത CPMനുള്ളിൽ കടന്നു വന്നിരിക്കുന്നു എന്നാണ് ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ വിലയിരുത്തപ്പെടുന്നത്. മാറി പ്രഖ്യാപനങ്ങളൊക്കെ ധാരാളം വരുന്നുണ്ട് സർക്കാരിന്റെ. ഇലക്ഷൻ അടുക്കുമ്പോൾ വരുന്ന ഇലക്ഷൻ തീയതി പ്രഖ്യാപിക്കുകയും അല്ലെങ്കിൽ വിജ്ഞാപനം പുറത്തിറക്കുകയും ചെയ്യുന്നത് വരെ ഓടിച്ചിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയാണ്. സുപ്രീം കോടതി പോലും ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട് ഓരോ സർക്കാരുകളെയൊക്കെ തന്നെ ശാസിച്ചിരുന്നു. ഇത്തരത്തിൽ പണമെടുത്ത് പണം കൊടുക്കുന്നു, അല്ലെങ്കിൽ പലിശ അതിന്റെ കുടിശ്ശിക കൊടുക്കുന്നു, അത് കൊടുക്കുന്നു, ഇത് കൊടുക്കുന്നു, അത്തരം വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു, ഇത്തരം വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു, ഒക്കെ നടക്കുന്നുണ്ട്. അതിനിടയിൽ സ്വന്തം പാർട്ടിക്ക് വേണ്ടി മത്സരിക്കാൻ ഒരു സ്ഥാനാർത്ഥിയെ കിട്ടാനായി CPM കിടന്ന് നെട്ടോട്ടം ഓടുകയാണ്. പല ജില്ലാ കമ്മിറ്റികളിലും പലരും ഇപ്പോൾ പോകുന്നില്ല. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായി നിൽക്കുന്നവരോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളാകാൻ സാധ്യതയുള്ള മുതിർന്ന നേതാക്കളൊന്നും തന്നെ അസുഖമാണ്, പനിയാണ്, തലവേദനയാണ് എന്നൊക്കെ പറഞ്ഞ് വെറുതെ വീട്ടിലിരിക്കുകയാണ്. കാരണം എങ്ങാനും ചെന്നാൽ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കിയെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള അവസ്ഥയാണ്. രണ്ട് പ്രശ്നമാണ്. ഒന്ന്, തോൽക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ജയിച്ചാൽ തന്നെ അടിമ ആയിട്ട് മാറാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. മന്ത്രിസ്ഥാനം കിട്ടാനുള്ള സാധ്യത അമ്പേയില്ല എന്നുള്ള ചില വിലയിരുത്തൽ ചില മുതിർന്ന നേതാക്കളൊക്കെ തന്നെ നടത്തുന്നുമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അണിയറ കഥകൾ
പുറത്തു വരുന്നതിൽ നിന്ന് മനസ്സിലാകുന്നത് CPM-ന്റെ അവസ്ഥ ഇത്രയും വലിയ ഒരു പെടാപ്പാട് പെടുന്ന അവസ്ഥയിലേക്ക് CPM എത്തിപ്പെട്ടിരിക്കുന്നു. അത് അവരുടെ കയ്യിലിരിപ്പുകൊണ്ട് തന്നെയാണ് കേട്ടോ. എന്നിട്ടും വർക്കും ഈ വർക്കും PR വർക്കും ഒക്കെ നടത്തി കഴിഞ്ഞ ദിവസം വീണ ജോർജിനെ ആക്രമിച്ചു എന്ന് പറയുന്നവർക്ക് എനിക്ക് തോന്നുന്നു നിസ്സാര പരിക്കേ വന്നുള്ളൂ. MRI എടുക്കണം എന്നൊക്കെ പറഞ്ഞുള്ള ചില മെഡിക്കൽ ബുള്ളറ്റിനുകളൊക്കെ കണ്ടേ. MRI ഇപ്പോൾ സ്വാഭാവികമായിട്ടും എന്റെ കാലിൽ ചെറുതായിട്ട് ഞാൻ ഒന്ന് വീണതിന് MRI എടുത്തു. ചില ഈ കശേരിക്കളുടെ ഒക്കെ എന്തെങ്കിലും പരിക്കുണ്ടോ എന്ന് അറിയാനായിട്ട് MRI ഒക്കെ എടുക്കാറുണ്ട്. സ്വാഭാവികമായിട്ട് എടുക്കുന്ന ഒരു കാര്യമാണ്. അത് അത്ര വലിയൊരു ചികിത്സാ മുറയൊന്നുമല്ല. മരണവുമായി മല്ലിടുന്നു എന്ന തരത്തിലൊക്കെയാണ് ചില വാർത്തകൾ പ്രചരിക്കുന്നത്. ICUവിലാണ്, വെന്റിലേറ്ററിലാണെന്നൊക്കെയാണ് വെറുതെ പറയുന്നത്. എന്തൊക്കെയായിട്ട് നടക്കട്ടെ കാര്യങ്ങൾ. അപ്പം സ്ഥാനാർത്ഥികളെ കിട്ടാൻ ഇനിയിപ്പോൾ ടോസ് ഇട്ട് നോക്കേണ്ടി വരുമോ, നറുക്കെടുപ്പ് നടത്തേണ്ടി വരുമോ എന്നുള്ള അവസ്ഥയിലാണ് MP ഗോവിന്ദൻ മാഷ് ജില്ലാ പ്രസിഡന്റുമാരുമൊക്കെ ജില്ലാ അധ്യക്ഷന്മാരുമൊക്കെ ഇരിക്കുന്നത് എന്ന് തോന്നുന്നു.